നമസ്കാരം. നമുക്കിന്ന് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഇത് വറുത്തതോ വറക്കാത്തതോ ആയ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-8 ചെറിയ ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം 1/4 ടീസ്പൂൺ കൂടി ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് നമ്മുടെ മാവിൻ്റെ മിക്സിലേക്ക് ഈ ചതച്ച മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ്. പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം എടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്നാക്കിയെടുക്കണം. സാധാരണ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി നോക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് മാവ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി ഈ ഒരു രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി.